ആദർശ് എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തോന്നുന്നു. ഐ തിങ്ക് നമ്മളത് വർക്കാവില്ല. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ നമുക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ലേ നല്ലത്? ചായ കുടിച്ചിട്ട് സംസാരിച്ചു. ഇത് നമ്മൾ ലാസ്റ്റ് മീറ്റ് ആണ്. എനിക്കിത് പറയണം തോന്നി. ഓൾറെഡി എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. സോ നമ്മൾ ലാസ്റ്റ് മീറ്റ് ആണ്. ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. താൻ എനിക്ക് പറ്റിയിട്ടുള്ളൊരു വൈബല്ല. അതെനിക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്തേ. താൻ 3-4 വർഷമായിട്ട് ഞാൻ നീ പറയുന്നതെല്ലാം കേട്ട് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് വ്യൂസും കാര്യങ്ങളും കിട്ടുന്നോണ്ട് അതങ്ങ് ഫോളോ ചെയ്തങ്ങ് പോയി, അത്രേ ഉള്ളൂ. പയ്യന്മാർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോ കുറച്ചു ആൾക്കാരിലേക്ക് എത്തി തുടങ്ങി. അതിനുശേഷം പിന്നെ ഈ ഒരു സിനിമയുടെ ആഗ്രഹം അത് അന്നോട്ടേ ഉണ്ട്. ബട്ട് അത് പിന്നെ അങ്ങ് തലയ്ക്ക് പിടിച്ചിട്ട്, സത്യം പറഞ്ഞ സിനിമ ലക്ഷ്യമായിട്ടാണ് കൊച്ചിയിൽ വന്നത് എല്ലാരെയും പോലെ. പക്ഷെ അതൊന്നും നടന്നില്ല. കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടി, പിന്നെ നേരെ നാട്ടിൽ പോയി. ആ ഒരു ടൈമിൽ പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലല്ലോ. നമ്മുടെയൊക്കെ വീട്ടില് നല്ലോണം പഠിക്കണം, നീ പഠിച്ചാ മതി. എന്റെ ഏറ്റവും വലിയൊരു ആരാധക എന്റെ അമ്മയാണ്. എന്നും രാത്രി അമ്മ കിടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അത് കണ്ട വീഡിയോസ് തന്നെ എല്ലാ ദിവസവും കാണും. കണ്ടിട്ട് കമന്റ് ഒക്കെ വായിച്ച് കണ്ണൊക്കെ നിറച്ചിട്ടൊക്കെ എന്നിട്ട് രാവിലെ എന്റെ അടുത്ത് പറയും, എടാ നിന്റെ കമന്റ് ബോക്സിൽ അങ്ങനെ കണ്ടു കേട്ടാ, നീ സിനിമ കയറുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. കേറോ? ഞാൻ പറയാം, അമ്മയ്ക്ക് എന്ത് കയറും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണ്. ഗേൾ ഫാൻസ് അത്യാവശ്യം കൂടുതലല്ലേ? അല്ലേ? അല്ലാതൊക്കെ പറയാൻ നോ യെസ് അതെ. ഓൾറെഡി പ്രപ്പോസൽസ് വരാറില്ല. ഇൻസ്റ്റയിൽ ഇതുവരെയായിട്ട് ഒരു മെസ്സേജ് വന്നിട്ടില്ല. ആണൊക്കെ അല്ലെ? സിംഗിൾ അല്ലേ? കാരണം ഫാൻസ് ഓൾറെഡി സിംഗിൾ ആണോ മിംഗിൾ ആണോ എന്ന് അല്ല കമ്മിറ്റഡ് ആണോ എന്ന് അറിയാൻ ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാര്യമുണ്ട്. എനിക്ക് എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ സിംഗിൾ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് നൈസായിട്ട് ആദ്യമായിട്ട് നാടും വീടൊക്കെ വിട്ട് ജോലിക്ക് പോയി. 4-5 മാസം അവിടെ ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ജോലി ഞാൻ ചെയ്തില്ല, ഞാൻ ജോലിക്കൊന്നും പോയില്ല സത്യം പറഞ്ഞാൽ. അവിടെ ഇടുക്കിയല്ലേ, അടിപൊളി സ്ഥലം. അപ്പൊ അവരൊക്കെ ഇപ്പൊ എനിക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില്ലടിക്കാൻ വേണ്ടി വന്ന ആ വരൊക്കെ തന്നെ ജോലി നല്ല സുഹൃത്തുക്കളാട്ടോ. ഞാനങ്ങനെ അങ്ങോട്ട് പോയിട്ട് വന്നിട്ടില്ല ഭാഗ്യമൊക്കെ. സിനിമ എത്തിപ്പെടാന്ന് പറഞ്ഞ ഒരു ആഗ്രഹമല്ലേ? അപ്പം അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്? എന്റെ ഇൻബോക്സ് എടുത്താൽ ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ബേസിലേറ്റിന് ഭയങ്കര ഇഷ്ടം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ബേസിലേറ്റിന്റെ അല്ലെങ്കിൽ വിനീതേട്ടന്റെ ഒരു സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവുക എന്നുള്ളതാണ്. ഒരു വലിയ റോള്, ചെറിയ റോള്. കാര്യം എനിക്ക് അവര് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് വിളിക്കാന്നൊക്കെ പറയും. പക്ഷെ വിളിക്കാറില്ല. ആ ടൈം അതങ്ങനെ ഹോപ്പ് കിട്ടി ഓക്കെ അതിലോട്ട് പോവാന്ന് പറഞ്ഞിരിക്കുമ്പോൾ വിളിച്ചിട്ടാ അത് അവർ വേറൊരാൾക്ക് പോയാട്ടോ അടുത്ത് നോക്കാം. ഹായ് ഹലോ നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരാള് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുറക്കുന്ന സമയത്ത് ഈ ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ആദർശ് അച്ചു. സ്വാഗതം. സ്വാഗതം പറയണോ? ഓൾറെഡി ആളുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. പേടിച്ചിരിക്കുകയാണ് പാവട്ടോ, ചുമ്മാ. ആൻഡ് ഓൾറെഡി നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്തെ എപ്പോഴും വരുന്ന കമന്റ് ആണ് ക്യൂട്ടായിട്ടുള്ള ഒരു ഫേസ്. വരാറുണ്ടല്ലോ? വരാറില്ലേ? ക്യൂട്ടായിട്ടൊന്നും അല്ല ഞാൻ. ഇവിടെ 2 സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ, അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണേ. നോക്കില്ല. ഓക്കെ. ഇപ്പൊ ഞങ്ങള് കാണുമ്പോൾ ഞാൻ തന്നെ ഒരുപാട് തവണ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആദർശിന്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പല രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും ഇഷ്ടമാണ് ഇമോഷൻസ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ. എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. വൈ? അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ കണ്ടന്റ് ചെയ്തിട്ട് എനിക്കൊരു റീച്ച് കിട്ടിയ ഒരു സൈഡ് അതാണ്. പിന്നെ കുറച്ച് ഫോളോവേഴ്സ് എന്ന് വെച്ചിട്ട് ആ ഒരു സൈഡൊക്കെ പിടിച്ചു. എല്ലാവരും കൂടുതലും ഫണ്ണാണ് എല്ലാവരും ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ആ ഒരു സീരിയസ് ക്യാരക്ടറാണ് എനിക്ക് കൂടുതൽ ആപ്റ്റ് ആവുന്നതെന്ന് തോന്നിയോണ്ട് ഞാനതങ്ങ് ട്രൈ ചെയ്തു. കുറച്ച് വ്യൂസും കാര്യങ്ങളും കിട്ടുന്നോണ്ട് അതങ്ങ് ഫോളോ ചെയ്തങ്ങ് പോയി, അത്രേ ഉള്ളൂ. ഇപ്പൊ പലരും ഭയങ്കര ഗ്രോത്ത് വളരെ പെട്ടെന്ന് വീഡിയോസ് ഇട്ടിട്ട്
പെട്ടെന്ന് ഒരൊറ്റ വീഡിയോ കൊണ്ട് ഗ്രോത്ത് ആവുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ചിലര് ഭയങ്കരമായിട്ട് പണിയെടുത്ത് ഇട്ട് ഒരു 3-4 വർഷം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. ആദർശിനെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാ? ഞാൻ നല്ലോണം പണിയെടുത്ത് എന്നിട്ട് വന്ന റിസൾട്ട് ആണ്. ഉറപ്പായിട്ടും. ഞാനിതിപ്പോ ഒരുപാട് നാളായി തുടങ്ങിയിട്ട്, ഒരു 4-5 വർഷം ആവും. ഈ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കൊച്ചിയിൽ കുറച്ച് ദിവസം, അപ്പൊ ആ ഒരു ടൈമിലാണ് ഇതൊന്ന് ഗ്രോത്ത് ആയിട്ട് വന്നത്. ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഉള്ള കുറച്ച് ആൾക്കാർ, കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെയൊക്കെ റീൽസിലൊക്കെ അഭിനയിച്ചിട്ട് ചെറിയ ചെറിയ റോളുകളൊക്കെ അവർ തരും. അന്നൊക്കെ ഞാൻ ചെറുതാണ്. അപ്പോൾ ആ ഒരു ചെറിയ റോളൊക്കെ ഞാൻ തന്നെ പോയി ക്യാമറയിലൊക്കെ ഇരുന്ന് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നി. അതിനുശേഷം പിന്നെ അന്ന് ഫോണൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഈ ഐഫോണും കാര്യങ്ങളൊക്കെ അന്ന് ഇറങ്ങി വരുന്ന ടൈമാണ്. അപ്പോൾ അന്ന് എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഞാനതങ്ങ് വിറ്റിട്ട് നേരെ വീട്ടിലൊന്നും ചോദിക്കാതെ ബൈക്ക് വിറ്റ് ഒറ്റയടിക്ക് ഫോൺ അങ്ങ് എടുത്തു. അതിനുശേഷം പിന്നെ കണ്ടന്റ് ചെയ്തു തുടങ്ങി. ആ ടൈം തൊട്ട് ചെറിയ ചെറിയ സപ്പോർട്ടിൽ കിട്ടി തുടങ്ങി. അന്നൊക്കെ ഈ ഒരു റിലേറ്റഡ് സാധനങ്ങളൊക്കെ ചെയ്തു വരുന്ന ടൈം. അന്നൊക്കെ കുറച്ച് കോമഡി ആയിട്ട് ഈ ഒരു എന്താ പറയാ, പയ്യന്മാർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ കുറച്ചു ആൾക്കാരിലേക്ക് എത്തി തുടങ്ങി. അതിനുശേഷം പിന്നെ ഈ ഒരു സിനിമയുടെ ആഗ്രഹം അത് അന്നോട്ടേ ഉണ്ട്. ബട്ട് അത് പിന്നെ അങ്ങ് തലയ്ക്ക് പിടിച്ച്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൊച്ചിയിൽ, അവൻ്റെ ഈ ഒരു കാര്യങ്ങൾക്കായിട്ട് കൊച്ചിയിൽ അവർ റൂം എടുത്തു. അപ്പോൾ അവൻ എൻ്റെ അടുത്തും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 6-7 മാസം സ്റ്റേ ചെയ്തു. പിന്നെ ഒന്നും സ്റ്റേ ചെയ്യുന്ന കുറച്ച് റീൽസ്, കുറച്ച് ടീംസിനെ കിട്ടി. അവിടെ കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ പതിയെ അങ്ങനെ റീച്ച് വരാൻ വേണ്ടി തുടങ്ങി. സത്യം പറഞ്ഞാൽ സിനിമ ലക്ഷ്യമായിട്ടാണ് കൊച്ചിയിൽ വന്നത് എല്ലാരെയും പോലെ. പക്ഷെ അതൊന്നും നടന്നില്ല. കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടി. പിന്നെ നേരെ നാട്ടിൽ പോയി. ഈ സിനിമ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉണ്ടോ? അതായത് ഇപ്പൊ പണ്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഈ വീഡിയോസ് ചെയ്യുന്നവരുടെ കൂടെ ചെറിയ റോളായിട്ട് ചെറുതോട്ട് ഈ ഒരു സ്കൂളിൽ ചെറിയ സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്കത് ആ ഒരു ടൈമിൽ പറഞ്ഞു തരാനൊന്നും ആരും ഇല്ലല്ലോ. നമ്മുടെയൊക്കെ വീട്ടില് നല്ലോണം പഠിക്കണം, നീ പഠിച്ചാ മതി എന്നൊരു, അതെ, എല്ലാ വീട്ടിലും അതാണ്, പഠിച്ചൊരു ജോലി വാങ്ങാന്ന് മാത്രമേ. അതെ, പഠിച്ചൊരു ജോലി മേടിക്കുക, ആ ഒരു ഇതിലാണ് പൊക്കോണ്ടിരുന്നത്. കുറെയൊക്കെ കഴിഞ്ഞപ്പം എന്താ പറയാ, എനിക്കിത് ഭയങ്കര ആഗ്രഹമാണ്. +2 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. എടാ ഇന്ന സ്ഥലത്ത് പോയി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്കത് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു തരാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഈ ഒരു +2 കഴിഞ്ഞിട്ട് IT പോയി ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചു. എൻ്റെ ചേട്ടനപ്പോൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു. എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞാൻ വീട്ടുകാരുടെ ഒരു ഇതിൽ പോയി പഠിച്ചു. പഠിച്ച് കുറച്ചാളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി കിട്ടി. ഞാൻ ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് നൈസായിട്ട് ആദ്യമായിട്ട് നാടും വീടൊക്കെ വിട്ട് ജോലിക്ക് പോയി. ഒരു 3-4 മാസം അവിടെ വർക്ക് ചെയ്തു. വേറൊരു ലോകമായിരുന്നു എനിക്കത്. അതായത് ഇവരാരും ഇല്ലാതെ ഒരു ആദ്യമായിട്ട് അങ്ങനെ പോകുന്നത്. അന്നൊക്കെ ഈ ഒരു ഇൻസ്റ്റയിൽ അത്യാവശ്യം കുറച്ച് ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടി ഒന്ന് വരുന്ന ടൈമിലാണ് ജോലിക്ക് പോകണം. ജോലിക്ക് പോവേണ്ട ഒരു സ്റ്റേജ് വന്നു. കാര്യം അപ്പോഴും പോയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വിഷയമാവും വീട്ടിൽ. ഫിനാൻഷ്യലി ആയാലും അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പോവേണ്ടി വന്നപ്പോ ഞാൻ പോയി ഒരു 4-5 മാസം അവിടെ ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ജോലി ഞാൻ ചെയ്തില്ല. ഞാൻ ജോലിക്കൊന്നും പോയില്ല സത്യം പറഞ്ഞാൽ. അവിടെ റൂമിൽ തന്നെ ഇരുന്ന് ഞാൻ എനിക്ക് അവിടെ ഈ ഒരു അവിടുത്തെ സൈറ്റിലാണ് ജോലി ചെയ്യാനുള്ളത്. ഞാൻ അവിടെ സൂപ്പർവൈസറാണ്. ഞാൻ രാവിലെ ഒപ്പൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് അവിടെ നടന്നിട്ട് ഞാൻ റൂമിൽ പോകും. ഉച്ചയ്ക്ക് ഫുഡ് വരുമ്പോ വരും, ഫുഡ് മേടിക്കും, അത് കഴിക്കും, റൂമിൽ പോകും, വൈകിട്ട് നിന്ന് ഒപ്പിടും, ഇറങ്ങും. അങ്ങനെ ഒരു 4 മാസം അവിടെ വർക്ക് ചെയ്തിട്ട് ഇവരെല്ലാരും കൂടെ അവിടെ എന്താ പറയാ, ഇടുക്കിയല്ലേ, അടിപൊളി സ്ഥലമല്ലേ. അപ്പൊ അവരൊക്കെ ഇപ്പൊ എനിക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില്ലടിക്കാൻ വേണ്ടി വന്ന് ആ വരൊക്കെ തന്നെ ജോലി ഞാനങ്ങനെ അങ്ങോട്ട് പോവേണ്ടി വന്നിട്ടില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഓക്കെ ആയിരുന്നു. കാര്യം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ നാട്ടിൽ വന്നു. അതിനുശേഷം വീട്ടിൽ കുറച്ചാൾ ജോലിക്ക് അവിടെ കാര്യങ്ങളൊക്കെ നോക്കി ഇന്നപ്പം വീണ്ടും ജോലിക്ക് പോകണം. ചേട്ടൻ അവിടെ വീണ്ടും ഇടപെട്ട് ട്രിവാൻഡ്രത്ത് തന്നെ വേറൊരു സ്ഥലത്ത് ജോലി മേടിച്ചിരുന്നു. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എന്നെ അറ്റൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. കാര്യം ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവിടെയും നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി അല്ല, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടെന്നല്ല. അതിപ്പോ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ അതങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ നേരത്ത് അവിടെ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് പിണക്കേണ്ടി വരും. രണ്ടുപേർക്കും യൂസ് ഇല്ലാതായി പോകും. ഇപ്പൊ എന്നെ അവിടെ റെക്കമെൻഡ് ചെയ്തിട്ട് ജോലിക്ക് കയറ്റുന്ന എൻ്റെ ചേട്ടനും അതൊരു ബുദ്ധിമുട്ടാവും. പുള്ളിക്ക് ഞാൻ ജോലി ചെയ്യാതെ നിൽക്കുമ്പോൾ എന്നെ വഴക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം നാളെ എന്നും കാണേണ്ടതായതുകൊണ്ട് എൻ്റെ ഒരു ഹേറ്റ് അവിടെ പോകേണ്ട. എന്നാൽ പുള്ളിക്ക് ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ പുള്ളിയുടെ മേലിൽ നിന്ന് പുള്ളിക്ക് ഒരു പ്രഷർ വരും. അപ്പൊ അതുകൊണ്ട്
ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാൻ തന്നെ 2 ദിവസം 3-4 ദിവസം ചോദിക്കാതെ ലീവ് എടുത്ത ജോലി പോയി. ഓക്കെ. ഇതിപ്പം ബൈക്ക് ആരോടും ചോദിക്കാതെ ബൈക്ക് വിറ്റ് ആരോടും ചോദിക്കാതെ ബൈക്ക് എടുത്തത്. ഓക്കെ, സ്വന്തമായിട്ട് എടുത്ത ബൈക്കാണ്. അല്ല, മാമൻ ഫേമസ്. അത് വേറെ കഥ. ആരോടും പറയാതെ ബൈക്ക് വിട്ട് ഈ ഫോണ് വാങ്ങണു, ഈ പറയണ ജോലി ചേട്ടനാക്കി തരുന്ന ജോലി കളഞ്ഞ് ഈ പറഞ്ഞ വന്നു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിനോട് ഭയങ്കര പാഷൻ ഉണ്ട്. ഇതിനൊക്കെ പുറമെ അഭിനയം എന്ന് പറയുന്നത് മനസ്സിലിരിക്കുന്നതുകൊണ്ടാണ്. അന്നത് ചിലപ്പോ വീട്ടുകാർക്ക് മനസ്സിലാവില്ല. എനിക്ക് വീട്ടിൽ അമ്മയും ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പോ വീട്ടുകാർക്ക് അമ്മയ്ക്ക് അത് ഭയങ്കര ഓക്കെയാണ്. എന്റെ ഏറ്റവും വലിയൊരു ആരാധക എന്റെ അമ്മയാണ്. എന്നും രാത്രി അമ്മ കിടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എല്ലാം അത് കണ്ട വീഡിയോസ് തന്നെ എല്ലാ ദിവസവും കാണും. കണ്ടിട്ട് കമന്റ് ഒക്കെ വായിച്ച് കണ്ണൊക്കെ നിറച്ചിട്ടൊക്കെ എന്നിട്ട് രാവിലെ എന്റെ അടുത്ത് പറയും, എടാ നിന്റെ കമന്റ് ബോക്സിൽ അങ്ങനെ കണ്ടു കേട്ടാ, നീ സിനിമ കയറുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, കേറോ? ഞാൻ പറയാം അമ്മയ്ക്ക് തോന്നുന്നു കയറും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണ്. പിന്നെ എന്താ പറയാ, അമ്മയാണ് വീട് നോക്കുന്നത്. അമ്മ ജോലിക്ക് പോയിട്ട് വീട്ടില് ഒരു അച്ഛന്റെ സ്ഥാനത്ത് എല്ലാം ചെയ്യുന്ന അമ്മയാണ്. അപ്പൊ സ്ട്രോങ് അല്ല ആള്, ബട്ട് എന്താ പറയാ, പുള്ളിക്കാരി അങ്ങനെ സ്ട്രിക്റ്റ് അല്ല. അതായത് എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അതായത് എൻ്റെ അടുത്ത് നീ ആ ജോലിക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ നീ ഇവിടെ ജോലിക്ക് പോകണം, ഇവിടെ നീ പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് എന്തായാലും നീ ഇത്രയും എത്തിച്ചില്ലേ, ഇനി നീ ഇത് ചെയ്താൽ മതി, കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, അമ്മ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണ്. അതൊരു ഭാഗ്യം, ഉറപ്പായിട്ടും ഭാഗ്യം. എൻ്റെ അടുത്ത് ഇന്നേ വരെ ഇത് അവര് അമ്മയുടെ അടുത്ത് ആൾക്കാരൊക്കെ ചോദിക്കും, മോൻ ജോലിക്ക് പോകുന്നു, മോൻ ജോലി വല്ലതും ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ കുഴപ്പമില്ല, അമ്മ തന്നെ മാനേജ് ചെയ്തോളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് അമ്മ തന്നെ റിപ്ലൈ എടുത്തോളൂ. എൻ്റെ അടുത്തോട്ട് ആ ചോദ്യം വരത്തില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മക്ക് അത് ഓൾറെഡി അറിയാം, ആദർശ് സക്സസ് ആവും, അതിന് ടാലന്റ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ അമ്മ ഈ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് സന്തോഷിക്കില്ല, ഇത്രയൊരു ഫാൻ ഗേൾ ആയിട്ട് മാറില്ലല്ലോ. അതുകൊണ്ടായിരിക്കും വീഡിയോയിൽ കാണുന്നതാണ് അനിയത്തി. അല്ല, അവർക്കൊന്നും ഇതിനകത്ത് വരാനുള്ളൊരു തൊലിക്കട്ടിയില്ല. തനിക്കെല്ലാം ഓക്കെയാണ്. എനിക്ക് ഓക്കെ അല്ല. എനിക്കും കുറെ ആൾക്കാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണം വരും. പക്ഷെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഒരു സ്കിറ്റൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്കത് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ പേടിക്കും. അങ്ങനെ സെറ്റപ്പ് ഒക്കെ. ഞാൻ കുറച്ച് ടാസ്ക് തരാം. പേടിച്ച് തലകറങ്ങുന്ന ഒരു സ്ഥലം അതൊക്കെ ഭയങ്കര പാടാണ്. അല്ല അതൊക്കെ പാടാണ്. ഓക്കെ, എന്തായാലും ഞാൻ ചെയ്യിപ്പിക്കും. ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണ്. ഇപ്പൊ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ആദർശ് കോണ്ടന്റ് ക്രിയേറ്റർ ആദർശിനെ അറിയാം. ഇതല്ലാതെ ആദർശിനെ ഞങ്ങൾക്ക് അറിയത്തില്ല. ശരിക്കും എവിടെയാ ആദർശ്, എന്താ ചെയ്യണേ, എത്ര വയസ്സായി? കാരണം ഫാൻസ്, ഗേൾ ഫാൻസ് ഓൾറെഡി ഇത് അറിയണം. ഇന്റർവ്യൂ കണ്ടിട്ട് അവർക്ക് അറിയണം ബാക്കി കാര്യങ്ങളൊക്കെ. ശരിക്കും ആരാ ആദർശ്? ആദർശിനെ കുറിച്ച് പറയൂ. അങ്ങനെ ചോദിച്ചാ എന്റെ പേര് ആദർശത്താണ്. അറിയില്ലായിരുന്നു. വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ +2 കഴിഞ്ഞ് ITI പോയി ഫയർ ആൻഡ് സേഫ്റ്റി പഠിച്ചു. അതിനുശേഷം ജോലിക്ക് പോയി. എത്ര വയസ്സുണ്ട് ആദർശ്? എനിക്ക് എത്ര പറയുന്നുണ്ട്? 25. അത്രയില്ല, 24 വയസ്സ്. 24. ഓക്കെ, കുഞ്ഞുകുട്ടിയാ. ഓക്കെ ഓക്കെ. ഇപ്പം ഓക്കെ, ശരി. ഇതാണ് ആദർശ് എന്ന് പറഞ്ഞ ആള്. തിരുവനന്തപുരം സ്ലാങ്ങിൽ എന്തെങ്കിലും പറയൂ. അങ്ങനെ പ്രോപ്പർ ഒരു സ്ലാങ് സംസാരിക്കുന്നല്ലേ, എന്നാലും എന്തിന് ഏതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക്. അല്ല, അങ്ങനത്തെ കോണ്ടന്റ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ പറയുന്നത്? എങ്ങനെയാ പറയുന്നത് ഫ്രണ്ട്? എന്തൊരപ്പിന്നൊന്നും പറയത്തില്ല. അങ്ങ് കുറച്ച് അകത്തോട്ടുള്ള ആ ഒരു സർക്കിളിൽ മാത്രമേ അവർ സംസാരിക്കുന്നത്. എന്തൊരപ്പി, എവിടെ പോകണ്ടേ, അതൊക്കെ അവിടെ പറയുന്നത്. ഞങ്ങൾ കുറച്ചും കൂടെ കൊല്ലം ട്രിവാൻഡ്രം ടച്ച് ചെയ്ത് നടക്കുന്ന സ്ഥലമാണ്. എന്റെ മിക്സ് ചെയ്തങ്ങ് പോകും, അഡ്ജസ്റ്റ് ചെയ്താൽ പോകും. ആദ്യമായിട്ട് കോണ്ടന്റ് ചെയ്ത് ഏതാ? ഫസ്റ്റ് ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാം സൈഡായിട്ട് ആൾക്കാരെ ഒരു നല്ല തടിയൊക്കെ ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. അവന്റെ ക്യാരക്ടറും അടിപൊളിയാണ്. അപ്പൊ അത് റിയൽ ലൈഫിൽ നിന്ന് കിട്ടിയൊരു കണ്ടന്റ് ആയിരുന്നു. അതായത് അന്നൊക്കെ, ഇപ്പൊ അത് ഭയങ്കര കോമൺ ആയി. അതായത് ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇവനെ വിളിക്കും ഞാൻ രാവിലെ, എടാ പെട്ടെന്ന് വീട്ടിലോട്ട് പോവാ, എനിക്ക് പെട്ടെന്ന് വാ. അപ്പൊ എന്ത് പറ്റി? പെട്ടെന്ന് പോണം, അവിടെ പോകണം, 10 മണിക്ക് പോകണമെന്ന് പറഞ്ഞില്ല നിന്നോടാ. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഉറക്കത്തിലൊക്കെ ആയിരിക്കും. അന്ന് കാപ്പി കുടിച്ചിട്ട് കാപ്പിയൊക്കെ പോകണമെങ്കിൽ കുടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവനായിട്ട് പ്രസ് ചെയ്ത്
ഇവൻ വരും, വരാൻ നേരത്തെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പല്ലൊക്കെ തേച്ചോണ്ടിരിക്കും. അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടന്റ് അന്ന് ചെയ്ത്, അപ്പൊ അതങ്ങ് റീച്ച് ആയി. റീച്ച് എന്ന് പറഞ്ഞാൽ 34 അത്ര എന്തൊക്കെ കിട്ടിയോ. അന്നത് വലിയ കാര്യമാണ്. ആ ടൈമിൽ അത് ഭയങ്കര കാര്യം തന്നെയാണ്. അന്ന് ഞാനും ആളും കൂടെ ഒരു വീഡിയോ ചെയ്ത് അത് റീച്ചായി. അതിനുശേഷം പിന്നെ ഈ ഷർട്ടൊക്കെ എടുത്തോണ്ട് പോകില്ല, അതൊക്കെ ഭയങ്കര പറഞ്ഞാൽ തന്നെ ഭയങ്കര അന്ന് ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പൊ പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും ചെയ്ത് പഴകിയ സാധനങ്ങളാണ്. കേൾക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അന്നത് ഭയങ്കര കാര്യം. നമ്മുടെ ഒരു ഷർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ എടുത്തോണ്ട് പോകുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിപ്പോ ഇവരൊക്കെ തന്നെ എന്തെങ്കിലും എടുത്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനധികം മേടിക്കും. ആൺകുട്ടികളുടെ ഒരു ഇവൻ മേടിക്കുന്ന ഷർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയും നീ അതിങ്ങിത്താ, ഞാൻ മേടിച്ചു തരാം, കൊള്ളാം, ഞാൻ പിന്നെ മേടിച്ചു തരാന്ന് പറയും. അപ്പൊ ഇവൻ ഞാൻ ഇട്ടില്ല, അത് ഞാൻ ഒരു ദിവസം ഇട്ടിട്ട് തരാന്ന് പറയും, പിന്നെ കൊടുക്കത്തൊന്നുമില്ല. ശരിക്കും ഇപ്പം ഞാൻ വരുമ്പോഴും ഇപ്പൊ ഇത്രയും നല്ല സുന്ദരമായിട്ട് ഇരിക്കുന്നത് ഫ്രണ്ടില് 2 പേര് ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞ് കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണു, ഭയങ്കര സപ്പോർട്ട് ചെയ്യണു, ഇന്റർവ്യൂ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ പറയണു. ഒരു ബാക്കിൽ നല്ലൊരു സൗഹൃദം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീഡിയോസിലായാലും നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളെ കാണാറുണ്ട്. ആൻഡ് ഈ സൗഹൃദം ശരിക്കും ഈ കോണ്ടന്റ് ക്രിയേഷനിൽ സക്സസ്ഫുൾ ആയിട്ട് ആദർശം നിൽക്കാൻ ഇത് ഒറ്റയ്ക്ക് ചെയ്തെടുത്ത ഒരു സംഭവം അല്ല. ഒറ്റയ്ക്ക് ചെയ്യാനും പറ്റത്തില്ല. ആരെയും കൂടെ ഒക്കെ സപ്പോർട്ട് ഇല്ലാതെ ഈ റീൽസ് ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള റീൽസ് ചെയ്യണമെങ്കിൽ പോലും ഞാൻ ഒരു ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് വരണം, ഷൂട്ട് ചെയ്ത് ഉറപ്പായിട്ടും അവര് വരണം, അവരും കൂടെ അഭിനയിക്കണം, എല്ലാരും കൂടെ കൂടി ചേർന്ന ഒരു സ്ട്രോങ് ആയിട്ട് നിന്നാലേ ആ പരിപാടി സക്സസ് ആവുള്ളൂ. അപ്പൊ അവരുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആരും അതായത് ഞാനൊരു ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എടാ എനിക്ക് റോളുണ്ടോ, എനിക്കുണ്ടോ. അപ്പൊ അങ്ങനെ തിങ്ക് ചെയ്യാതെ വരാടാന്ന് പറഞ്ഞ് സ്പോട്ടിൽ വരുന്ന ഫ്രണ്ട്സാ എല്ലാവരും, ഇവരെല്ലാവരും. അതെനിക്ക് ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതെ, സെൽഫായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് എനിക്കുണ്ടോ എന്നാലേ ഞാൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കതിൽ യൂസ് ഉണ്ടോ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരേ അല്ല. എന്തിനും ഏതിനും അവര് കൂടെ വന്നിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു ടൈം വരെ വന്നിട്ടുണ്ട്. ഇനിയും വരുമെന്നാണ് വിശ്വാസം. ഈ ആദർശിന്റെ ഒരു ടീം എത്ര പേരുണ്ട് ശരിക്കും? ആ വീഡിയോയിൽ കാണുന്ന എല്ലാവരുമാണ് എൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ടീം. അതായത് വേറെ ആരും ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ കാസ്റ്റ് ചെയ്തെടുക്കാറില്ല. അമ്മയായിട്ട് അഭിനയിക്കുന്ന ചേച്ചി, അച്ഛനായിട്ട് അഭിനയിക്കുന്ന ചേട്ടൻ, അനിയത്തിയായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ ഒരു കസിനാണ്. പിന്നെ എല്ലാവരും ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും, അതിൽ എനിക്കെല്ലാം പ്രോപ്പറായിട്ടൊരു ടീമുണ്ട്. എനിക്ക് ഏത് ക്യാരക്ടറും എനിക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റിയ ആൾക്കാർ എൻ്റെ ഒരു ടീമിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ പുറത്ത് ഇപ്പൊ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ല കോണ്ടന്റിന്റെ ഭാഗമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പൊ വീഡിയോസ് കാണുമ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോയിൽ എനിക്കും എന്തെങ്കിലും ഒരു റോൾ കിട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവസരം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ആദർശിനോട്? ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയാ, അത് അവർക്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിളിക്കും. കാര്യം നമ്മൾ ഒറ്റയ്ക്കൊക്കെ ചെയ്തു വന്നിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അതായത് ഇപ്പൊ അവരുടെ മനസ്സിൽ ഒരു ചെറിയ റോൾ കിട്ടി കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ റീൽസ് ചെയ്തിട്ട് ഈ ചേട്ടന് ഇത്ര ലൈക്ക് ഉണ്ട്, അപ്പം ഞാനും കൂടെ അതിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാവും. അപ്പൊ പക്ഷെ കഴിവും കൂടെ വേണം, അത് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നും കൂടെ തോന്നണം. അങ്ങനെ തോന്നി ഉറപ്പായിട്ടും വിളിക്കും. പിന്നെ ചുമ്മാ വിളിച്ച് നിർത്തിയിട്ടും കാര്യമില്ലല്ലോ. വെറുതെ ഒരു വാക്ക് കൊടുത്തിട്ട് എടാ വിളിക്കാടാന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ഹോപ്പ് ആവൂലേ. ശരിയാ. അപ്പോൾ അവർക്ക് ഓക്കെയാണ്, വിളിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കും. ക്യാരക്ടറും കൂടെ ഒക്കെ മാച്ച് ആയിട്ട് ഉറപ്പായിട്ടും വിളിക്കും. കഴിവുള്ള ആൾക്കാരെ വിളിക്കാതെ പിന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ശരിക്കും ആദർശിന്റെ ഒരു ടീമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവില്ലേ? അയ്യോ, അത്രയ്ക്കൊന്നും സെറ്റപ്പ് അല്ലേ. ശരിക്കും അങ്ങനത്തെ വെറൈറ്റി കോണ്ടന്റ്സ് ആണല്ലോ നിങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് സ്ഥിരം കണ്ട് പഴകുന്ന കോണ്ടന്റ് അല്ല വരുന്നത്, അത് എന്തെങ്കിലും ഒരു സൊസൈറ്റിയിലേക്ക് ഒരു മെസ്സേജും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ചെയ്യുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന കണ്ടന്റുകൾ സിറ്റുവേഷൻ ആണ്, അത് ഓരോ ആൾക്കാരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ പാട്ടൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് കണ്ടന്റ് കിട്ടും. അത് ഞാൻ ചോദിക്കാൻ വരുന്നത്, എങ്ങനെ ഈ കോണ്ടന്റ് ഒക്കെ എടുക്കണേ, കണ്ടുപിടിക്കണേ? ട്രാവലൊക്കെ ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലാണ് കൂടുതലും കണ്ടന്റുകൾ കിട്ടുന്നത്. പാട്ടൊക്കെ കേൾക്കുമ്പോഴും ആ ഒരു ട്രാക്കിൽ ഇങ്ങനെ പാട്ട് കേട്ട് ഞാൻ തന്നെ അഭിനയിക്കും പാട്ടിൽ. അപ്പൊ എനിക്ക് ഏതെങ്കിലും കണ്ടന്റ് കിട്ടും. കിട്ടിയ ഉടനെ ഞാൻ ഇവരെ ആരെങ്കിലും വിളിക്കും, സ്പോട്ടിൽ വിളിക്കും. എടാ ഇങ്ങനെ കണ്ടന്റ് കിട്ടി. മെയിനായിട്ട് ഇവനെ അതിന് വിളിക്കുന്ന കലാം, അവനെ മെയിനായിട്ട് വിളിക്കും. കലാം അവനെ, പിന്നെ നൗഫ എന്ന് പറയും. ഈ 2 പേരെ ഞാൻ വിളിച്ചിട്ട് പറയും, എടാ ഇങ്ങനെ കണ്ടന്റ് കിട്ടി, എന്താണ് അഭിപ്രായം? അപ്പോൾ അവര് ഓക്കെ കൊള്ളാം ചെയ്യാം, അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ പറഞ്ഞു തരും, ചെയ്യും. ഇതിന്റെ പ്രോപ്പർ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യോ?
സ്ക്രിപ്റ്റ് എഴുതാത്തതിന് എനിക്ക് ഡെയിലി വഴക്ക് കേൾക്കും. കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു 10 മിനിറ്റ് ലെങ്ത് വരുന്ന വെബ് സീരീസ് ആണ് അപ്പൊ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഞാൻ തമിഴ് അതിന്റെ ഒരു 3ാമത്തെ പാർട്ട് ഞങ്ങൾ യൂട്യൂബിൽ പ്ലാൻ ചെയ്തേക്കും. ഷൂട്ടിന്റെ ഒരു പകുതി കഴിഞ്ഞു. അപ്പൊ അതിൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതും. എനിക്ക് ഭയങ്കര മടിയാണ് എഴുതാനൊക്കെ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ടീമിലുള്ള ആരെങ്കിലും ഒക്കെ എഴുതി തരണം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ അവിടെ ഉറപ്പായിട്ടും വരാറുണ്ട്. ഇത്രയും ആളുകളെ വെച്ചിട്ട് നമ്മളൊരു സാധനം നോട്ട് ചെയ്തിട്ട് എല്ലാ സ്ക്രിപ്റ്റ് ഇല്ലാതെ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി എഡിറ്റിങ്ങിന് ഇടാൻ നേരത്തായിരിക്കും ഏതെങ്കിലും ഒന്ന് മിസ്സാവുന്നത്. അപ്പൊ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവാം. ഇതെന്നും എനിക്ക് എല്ലാവരും പറഞ്ഞു തരും, പക്ഷെ ഞാൻ ചെയ്യാറില്ല. അതൊരു മനസ്സുഖത്തൊക്കെ. പക്ഷെ അതിനുശേഷം ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മളൊരു സ്ക്രിപ്റ്റ് പ്ലാൻ ഇപ്പോഴും ഇല്ല. സ്ക്രിപ്റ്റ് ഇനി എഴുതണം, ഇനി നമുക്ക് നോക്കാന്നൊക്കെ. ഇതൊരു സ്ക്രിപ്റ്റ് ഇല്ലാതെയാണല്ലേ ചെയ്യുന്നത്? അതെ. 1.5 മിനിറ്റുള്ള വീഡിയോ ഇല്ല, അതിന് സ്ക്രിപ്റ്റിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എന്റെ മനസ്സിൽ കിടക്കുമല്ല. ഇപ്പൊ കൊച്ചിലെ ഈ പറഞ്ഞ സ്കൂളുകളിലും കലോത്സവ വേദികളിലും മോണാക്ട്, നാടകം, അയ്യോ ഏതൊക്കെ മേഖലകളിൽ ഉണ്ടായിരുന്നു? ഈ അഭിനയിച്ചിട്ടുള്ളവർ എല്ലാത്തിലും കേറിയിട്ട് അങ്ങ് ആക്റ്റീവ്. കള്ള്, അതായത് നമ്മൾ മദ്യവെക്കുന്ന ഒരു സ്കിറ്റാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ചെയ്തത്. അയ്യോ അത് എങ്ങനെയാ മദ്യപിച്ചത്? പല രീതിയിൽ ആളുകൾ കാണിക്കാറുണ്ട്. ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റേജിന്റെ നടക്കുന്ന നടന്നിങ്ങനെ സംഭവിച്ചു. അയ്യോ ഇങ്ങനെ കാണിക്കാൻ പറയില്ല. ഡയറക്ടർ കാര്യങ്ങൾ കണ്ട് കൊള്ളാലോ, കൊച്ചിലെ ചെയ്തതല്ലേ അല്ലേടാ? നീ ഇന്ന് കൊച്ചി 25 കൊച്ചാ, 24 കൊച്ചാ. നമ്മുടെ ഈ പണ്ട് ഈ ബൈജു ചേട്ടനൊക്കെ ചെയ്ത വഴിയരികിൽ 11 കുടിച്ചു നിൽക്കും ബൈജു സ്റ്റേജിലൊക്കെ കേറിയിട്ട് അപ്പൊ ഈ പ്രിൻസിപ്പളൊക്കെ പുള്ളിക്കാര് ഫോണൊക്കെ വിളിച്ചിട്ട് എങ്ങോട്ടാ പോയത്. അപ്പൊ ഞാൻ ആറാന്നൊക്കെ പുള്ളി അപ്പൊ അവിടേക്ക് സ്റ്റേജിലൊക്കെ കയറി. അന്ന് കുറച്ച് കൈയടിയെ കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ, എന്റെ വീട്ടിൽ എന്ന് വെച്ചാൽ അമ്മയും ഞാനും അനിയത്തി മാത്രമേ ഉണ്ടെങ്കിലും തൊട്ടടുത്ത് തന്നെ മാമന്റെ വീട്. അപ്പൊ ഞങ്ങളെല്ലാം ഒരു കൂട്ടുകുടുംബങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ അതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരുപാട് നേരം ഫാമിലിക്കകത്തിന് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആൾക്കാരെ പ്രായപരിധി ഇല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. അപ്പൊ അവരേക്ക് മുമ്പ് ഞാൻ കൊച്ചിലെ എല്ലാവരും ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. എന്ത് കാണിക്കും? ഈ ചെയ്യാൻ പോകുന്ന മുമ്പേ അഭിനയിച്ച് കാണിക്കും. എന്താ പറയില്ല, ഞാൻ ചോദിക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്യിപ്പിക്കും. എന്തൊക്കെ ചെയ്യിച്ചു? അങ്ങനെ ഒന്നും ചെയ്യിച്ചു ഇതൊക്കെ തന്നെ എനിക്ക് മനസ്സിലായി. ഇത്രേ ഉള്ളൂ. അല്ലാതെ ഈ നാടകം ഇതൊക്കെ തന്നെ, ഇത് നാടകത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ അന്ന് ഇംഗ്ലീഷ് ടീച്ചർ സ്കിറ്റ് ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇംഗ്ലീഷിലൊക്കെ. ഇംഗ്ലീഷ് ഒന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ. പിന്നെ കലോത്സവത്തിന് പോയിട്ട് കൂടുതൽ പ്രൈസ് വാങ്ങിയ ഡാൻസ്, പാട്ട്. എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായി തുടങ്ങി. പിന്നെ ആയപ്പോ ഡാൻസാ ഞാനാ പാട്ട് പാടും, അതെനിക്കറിയാം. അയ്യോ ഇല്ല ഞാൻ അതിനുശേഷം പിന്നെ എന്റെ സ്റ്റേജിനോട് ഒരു പേടി വരാനുള്ള കാരണം എന്താ? ആൾക്കാരെ കാണുമ്പോൾ പേടിയാവും. ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കമ്പനി ആയി ഒന്ന് സംസാരിച്ച ബ്രേക്ക് ചെയ്തതിനു ശേഷം ഓക്കെയാണ്. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് സിനിമയിലൊക്കെ പോകുമ്പോ ഒത്തിരി ആൾക്കാരുണ്ടാവില്ലേ, അപ്പൊ എങ്ങനെ ആക്ട് ചെയ്യും? അത് ആ സമയത്ത് വരും, ഉറപ്പായിട്ടും വരും. അത് നമ്മുടെ പാഷനല്ലേ, അതെന്തായാലും വരും ആ സമയത്ത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ നമ്മളെ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകളിൽ റീച്ച് വരുന്നത്, ഫോളോവേഴ്സ് കൂടുന്നതിന്റെ ഒക്കെ ആദർശിന്റെ മനസ്സിൽ ഇത് ആരെങ്കിലും കാണാം, സിനിമയിൽ നല്ലൊരു അവസരം വരാന്ന് മാത്രമാണ്. സോ അത് എവിടെയെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം വന്നോ? എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നോ? സിനിമ അതായത് പേരെടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാസ്റ്റ് ചെയ്യും. നല്ല ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കാസ്റ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് വിളിക്കാന്നൊക്കെ പറയും. പക്ഷെ വിളിക്കാറില്ല. ആ ടൈം ഞങ്ങനെ ഹോപ്പ് കിട്ടി ഓക്കെ അതിലോട്ട് പോവാന്ന് പറഞ്ഞിരിക്കുമ്പോൾ വിളിച്ചിട്ട് അത് അവിടെ വേറൊരാൾക്ക് പോയാട്ടോ, അടുത്ത് നോക്കാം, നിനക്ക് വേറെ നല്ല തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവായി പോവാറാണ് പതിവ്. അവരുടെ സിനിമ ഷോർട്ട് ഫിലിമുകളിലും നല്ല വർക്കുകളിൽ അവരുടെ കുറ്റമല്ല, നമ്മുടെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരു സാധനം ഇതുവരെയ്ക്കും ആർക്കും കണക്റ്റായി കാണത്തില്ല. അതുകൊണ്ടായിരിക്കാം. മനസ്സിലായി. സിനിമ എത്തിപ്പെടാന്ന് പറഞ്ഞ ഒരു ആഗ്രഹമല്ലേ? അപ്പം അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്? ഐ മീൻ ആദർശ് അങ്ങോട്ട് ഇപ്പൊ നമ്മൾ അവസരങ്ങൾ ചോദിക്കും ഒരുപാട്. എന്റെ ഇൻബോക്സ് എടുത്താൽ ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ബേസിലേറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ വർക്കുകളും കാര്യങ്ങളും. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ബേസിലേറ്റിന്റെ അല്ലെങ്കിൽ വിനീതേട്ടന്റെ ഒരു സിനിമയുടെ ഒരു ചെറിയ ഭാഗമാകുക എന്നുള്ളതാണ്. ഒരു വലിയ റോള്, ചെറിയ റോള്. കാര്യം എനിക്ക് അവര് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സ്റ്റോറി പോണ ഒരു ട്രാക്കായാലും അവരുടെ സിനിമ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കൊള്ളാത്തതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. എല്ലാം അടിപൊളിയാ, എല്ലാം അവരുടെ കാസ്റ്റിംഗ് ആയാലും എല്ലാം പക്കയാണ്. അപ്പൊ എനിക്കത് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിനീതന്റെ ഗാനമേളക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പുള്ളിയെ കാണാനൊക്കെ നോക്കും, പക്ഷെ നടക്കൂല.
നടക്കൂല. അവിടെ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കടക്ക് പുറത്തത്. ഈ പറയുന്ന അവർക്ക് മെസ്സേജ് ആരെങ്കിലും അപ്രോച്ച് തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ ദൈവം സഹായിച്ച് അങ്ങനെ ഹലോ ചേട്ടാ എന്നിട്ട് ഡിലീറ്റ് ആയി കളയും. വേണ്ടായിരുന്നല്ലേ, അയക്കണ്ടായിരുന്നു ഡിലീറ്റ് ആക്കും. പിന്നെ ഹലോ സാർ അയക്കും, ഡിലീറ്റ് ആക്കും. ഇപ്പൊ ഞാൻ അയച്ചിട്ടുണ്ട്, ചിലപ്പോ കണ്ടാലോ ഇത് കാണുമ്പോ ആരെങ്കിലും ആയിട്ട് കാണാതെ. എന്തായാലും നമ്മൾ കണ്ടിന്യൂ ട്രൈ അവര് കാണും എന്ന് പറഞ്ഞിട്ട് ഇരിക്കാനും പറ്റത്തില്ലല്ലോ. നമ്മൾ ചെയ്യുക, നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല പല പല ക്യാരക്ടർ ചെയ്യുക. അത് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ടും അവരിലേക്ക് എത്തും. അന്ന് ആ സമയത്ത് ഈ പറഞ്ഞ സമയം കൂടെ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ വിളിക്കുമായിരിക്കും. അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ലവ് സീന്, ഈ അഭിനയിക്കാം. പക്ഷെ ഞാൻ ഏതേറ്റവും ബുദ്ധിമുട്ട്? കോമഡി എന്ത് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്? പ്രണയം തന്നെയാണോ? എനിക്ക് ഇപ്പൊ ചെയ്ത് നമ്മളൊരു കൺമണിയിലെ ഒരു പാർട്ട് ചെയ്യില്ല, അതിനകത്ത് ആ ഒരു ലവ് സീൻ അഭിനയിക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തെടുത്തു, അവസാനം ഞാനത് എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുത്തു. അപ്പൊ നമുക്കൊരു ലവ് സീൻ ചെയ്താൽ അയ്യോ എന്നെ കൊണ്ട് പറ്റൂല. അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സീൻ ചെയ്യാം. എപ്പോഴും കരയിപ്പിക്കാണല്ലോ ഞങ്ങളുടെ പതിവ് അല്ലെ? എപ്പോഴും ഞങ്ങള് കരയിപ്പിക്കുക. വീടിന്റെ അവസാനം ഒരു സെന്റിമെന്റൽ പരിപാടി. ഡയലോഗ് പറഞ്ഞ എനിക്ക് വരുമെന്തോ ഡയലോഗ്. അത് കുഴപ്പമില്ല. അതായത് നമ്മള് ബ്രേക്കപ്പിന് പോവാണ്, ഇത് ഈ റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന് പെൺകുട്ടി പറയാണ്. പക്ഷെ ആൾക്ക് വേണം, ഈ റിലേഷൻഷിപ്പ് വേണം. ശരി, ഹായ് ആദർശ് എന്നാണ് ചോദിക്കുന്നത്. നമ്മള് കഫേന്ന് കാണല്ലേ, നമ്മള് അറിയില്ല. ഞാൻ പറഞ്ഞു തരുന്നു. കോഫി ഓർഡർ ആയിട്ട്. കോഫി എനിക്ക് വിത്തൗട്ട് മതി കേട്ടോ. ബ്രേക്കപ്പ് ഒന്നും ആള് ചോദിക്കുകയാണെ വിത്തൗട്ട് മതി കേട്ടോ, ഷുഗർ വേണ്ട കേട്ടോ, 2 ബർഗർ സാൻഡ്വിച്ച് എടാ എനിക്ക് എല്ലാം കഴിച്ചിട്ട് പറയാം. ആദർശ് എനിക്ക് നിന്നെ കാണുന്നെന്ന് പറഞ്ഞത് ഞാൻ കുറച്ചായി നിന്നോട് പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഇല്ല, ഇവിടെ ഷുഗർ ഉണ്ട്, കുഴപ്പമില്ല, നീ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഞാൻ സീരിയസ് ആണ്. നീ സീരിയസ് ആണ്, എനിക്ക് അറിയാലോ അത്. ആദർശ് എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് തോന്നുന്നു. ഐ തിങ്ക് നമ്മളത് വർക്കാവില്ല. ചായക്ക് മധുരം വേണമല്ലേ? അല്ല, ഞാൻ തമാശയില്ല, സീരിയസ്ലി പറയണേ. എനിക്ക് ഇത് പറ്റുന്നില്ല. ഐ തിങ്ക് ആദർശ് അതല്ല, എനിക്കിത് പറ്റില്ല. സോ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇല്ല, നീ എന്നെ പറ്റിക്കാൻ പറയുന്നത്. നോ, എനിക്ക് ഐ തിങ്ക് തോന്നുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റിൽ പറ്റുന്ന ഒരാളല്ല ആദർശ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ നമുക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നില്ലേ നല്ലത്? ചായ കുടിച്ചിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെ. ഇത് നമ്മൾ ലാസ്റ്റ് മീറ്റ് ആണ്. എനിക്കിത് പറയണം തോന്നി. ഓൾറെഡി ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. സോ നമ്മൾ ലാസ്റ്റ് മീറ്റ് ആണ്. ചായ കുടിച്ചോ? ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. താൻ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു വൈബല്ല, അതെനിക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്തേ. താൻ 3-4 വർഷമായിട്ട് ഞാൻ നീ പറയുന്നതെല്ലാം കേട്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ നിനക്ക് വേണ്ടി ഉറപ്പിച്ചിട്ട് നീ ചുമ്മാ തമാശക്ക് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ അല്ല, ഞാൻ കുറേ ആലോചിച്ചെടുത്ത ഡിസിഷനാണ് ആദർശ്. സോ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം പ്ലീസ്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടുമല്ല ഞാൻ ഇവിടെ ഈ റിലേഷൻ ഇത്ര നാൾ നിന്നത്. നിനക്ക് വേണ്ടി എനിക്ക് ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നാളെ നീ ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ വേണ്ടെന്ന് ഇത്രയും വാശി പിടിച്ച് നീ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ ലൈനില്ലേടി? 2 എണ്ണം ആ ഉള്ളെന്ന് വന്നു. ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട്? ബ്രേക്കപ്പ് അല്ലേ, നമ്മൾ സത്യം പറഞ്ഞ ഒരാള് നമ്മളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഉറപ്പായിട്ട് നമ്മളെ വേണ്ടെന്ന് തോന്നിയിട്ടായിരിക്കും അത് പറയുന്നത്. ചിലപ്പോൾ റീസൺ പറയും, എടാ ഇനി എനിക്ക് ജോലിക്ക് പോകണം, നീ അല്ലെങ്കിൽ അല്ലേ നീ ജോലിക്ക് പോകണം, ജോലി കിട്ടിയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാണും കേട്ടോ. ചിലപ്പോൾ വീട്ടുകാരെ വെറുപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല. പ്രേമിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ അവർ പറയും, നീ വിളിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വരാം, അല്ലെങ്കിൽ നിന്റെ കൂടെ ഞാൻ വരാമെന്ന് പറയുമ്പോൾ അവർ ഉറപ്പായിട്ടും മെച്ചൂർഡ് ആകുമ്പോൾ അവർക്ക് അവരുടെ വീട്ടുകാർ തന്നെയാണ് വലുത്, തന്നെ ആവണം വലുത്. അവരെ വീട്ടുകാർ തന്നെ ആയിരിക്കണം ഒരു പെൺകുട്ടിക്ക് ഫസ്റ്റ്. ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ആക്കണം. കാര്യം ഇത്ര തൊട്ട് ഇത്ര ആക്കുന്നതൊക്കെ വീട്ടുകാരാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ
അവർ ചിലപ്പം വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ജോലിക്ക് പോക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് വേറെ രീതിക്കായിരിക്കും. ഇത്രയും നാൾ നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, അല്ലേ, ഇത്രയും നാൾ നീ എൻ്റെ കൂടെ നിൽക്കാന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പെട്ടെന്ന് ഇപ്പം എന്ത് നിനക്കൊരു മാറ്റം വന്നത് എന്നൊക്കെ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പം അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവര് എന്തെങ്കിലും കാര്യം കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സൈഡിൽ നമ്മളെ ഇഷ്ടമല്ലാതായിട്ട് തന്നെ ആയിരിക്കണം ഇഷ്ടമല്ലെന്ന് പറയുന്നത്. നേരത്തെ തന്നെ ആലോചന തുടങ്ങി. ഉറപ്പായിട്ടും അല്ല, അങ്ങനെ തേപ്പൊന്നും അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. അവർക്ക് എന്തെങ്കിലും റീസൺ പ്രോപ്പറായിട്ട് കാണും. ചിലപ്പോൾ നമ്മുടെ സ്വഭാവം പിന്നീട് ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ഇഷ്ടമാണെന്ന് അവർക്ക് തോന്നും. ഏതെങ്കിലും സൈഡ് നമ്മുടെ സ്വഭാവം ഇഷ്ടമെന്ന് അവർക്ക് തോന്നും. അത് നമുക്കും തോന്നും. ഞാൻ പ്രേമിച്ച സമയത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ശരിയല്ലായിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നുമ്പോൾ അവർ ഉറപ്പായിട്ടും മാറ്റി ചിന്തിക്കും. പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികളെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു പ്രായമാകുമ്പോൾ അവർ മെച്ചുവറായിട്ട് ചിന്തിക്കും. അപ്പോൾ അവർ ഇഷ്ടമല്ലെന്ന് പറയുന്നെങ്കിൽ അതിന് ഉറപ്പായിട്ടും അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു റീസൺ ഉറപ്പായിട്ടും കാണും. അപ്പം അത് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും അത് പറയുന്നത്. എന്തെങ്കിലും ഒരു സൈഡിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക, മാറിക്കൊടുക്കുക. മാറിക്കൊടുക്കുക എന്ന് വെച്ചിട്ട് ആളെ വെറുക്കുന്ന അങ്ങനെയൊന്നും അല്ല, നമ്മളങ്ങ് മാറിക്കൊടുക്കുക. അവരെ വഴിക്ക് വിടുക, അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുക. നന്നായി വാ. സ്വന്തം ലൈഫ് നടത്തല്ലേ? ഇല്ല സത്യം ഇപ്പൊ ഒരുപാട് പയ്യന്മാരൊക്കെ ഇല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇഷ്യൂ വരുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിക്കാനൊക്കെ ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറയാനുള്ളതാണ്. ശരിക്കും അത് ഇങ്ങനെ ചിന്തിക്കുന്ന വേറെ രീതി. ഇപ്പൊ തേപ്പാണെങ്കിൽ അത് വേറെ റിലേഷൻഷിപ്പ് കുറ്റപ്പെടുത്തും. പക്ഷെ ഇങ്ങനെ ഒരു തോട്ട് അവരുടെ മനസ്സിൽ ചിലപ്പം ഒരാൾ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഉറപ്പായിട്ടും ആയിരിക്കും. അവർക്ക് വേണ്ടി ഒരുപാട് ഇവരിഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാറുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവർ പോകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഉറപ്പായിട്ടും പറ്റാണ്ടൊരവസ്ഥ വരും. ഒരു മൂമെന്റ് അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും ചിന്തിക്കും. ആ സമയത്ത് എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ പോലെ ഞാൻ അവരെടുത്ത് അളിയാ പോയടാ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിലാക്സ് ആവും. ഇതിപ്പോ ഈ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് ഇപ്പം ഇത്ര കോണ്ടന്റ് ചെയ്യാ, സ്ക്രിപ്റ്റ് ചെയ്യാ, അല്ലെങ്കിൽ ചുറ്റുള്ള ആൾക്കാരെ ഒബ്സർവ് ചെയ്യാന്നതിന് പകരം എങ്ങനെ വരുന്നു ഇത്ര ഇത്? എല്ലാം ചിന്തിച്ചാൽ മതി. നമ്മൾ രണ്ടുപേരെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ മതി. എന്റെ സൈഡിൽ നിന്ന് മാത്രം ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മാത്രമായിരിക്കും എനിക്ക് ശരി, അല്ലേ? എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് മാത്രമായിരിക്കും ശരി. ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിവരം വയ്ക്കും. അപ്പൊ അതാണ് എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കുന്നത് മാത്രമായിരിക്കും എനിക്ക് ശരി. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ കൂടെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തും ശരി ഉണ്ടായിരിക്കും. അപ്പൊ അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോവാം. പിന്നെ ബ്രേക്കപ്പിന്റെ കേസ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കളയണം, പിന്നെ പിറകെ പോകണ്ട. ശരിയാ, പോയിട്ട് കാര്യമില്ല. പിന്നെ അവര് എന്തെങ്കിലും നമ്മളിപ്പോ പിറകെ പോയിട്ട് എടി നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലടി നീ വാ ഇങ്ങനെ പറയുമ്പം നമ്മളാ മനസ്സിൽ അവർക്കുണ്ടായിരുന്ന ഒരു വില വീണ്ടും ഇടിയും. ഇവ ഇങ്ങനെ കിടന്ന് കെഞ്ചുന്നത് എന്തിന് എന്നൊക്കെ അവർ ചിന്തിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും, നമ്മൾ തറയാവും. സത്യം. എന്തിനാണ് വെറുതെ അവരെ വഴിക്ക് വിടുക, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അതെ, അത്രേ ഉള്ളൂ. ഇത് കാണുന്ന ആളുകൾ അങ്ങനെയും ചിന്തിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ കാണത്തില്ലേ? അതെ, അത് ഞാൻ ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി. വെറുതെ എന്തിനാണ് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേടാ?